മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പൂരം നടത്തിപ്പിൽ തൃശൂരിൽ നിർണായക ചർച്ച ഉടൻ. മന്ത്രിമാരും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കും. തൃശൂർ MP കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ചർച്ചയ്ക്കെത്തിയിട്ടുണ്ട്. പൂരം നടത്തിപ്പിൽ സർക്കാർ കടും പിടുത്തത്തിലേക്ക് പോയേക്കില്ലെന്നാണ് ലഭ്യമാകുന്ന വിവരം. എല്ലാവരുമായും കൂടിയാലോചിച്ച് തീരുമാനമെന്നാണ് ദേവസ്വം മന്ത്രി VN വാസവൻ അല്പസമയം മുമ്പ് പറഞ്ഞത്. അവരിങ്ങനെ യോഗം വിളിച്ചിരിക്കുന്ന തന്നെ അവരുടെ അഭിപ്രായങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ ഉണ്ട്. ഈ സിറ്റുവേഷനിൽ എന്ത് വേണം എന്നത് സംബന്ധിച്ച് ആശയവിനിമയം പങ്കെടുക്കുന്നവർക്കൊക്കെ പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അത് കേട്ടതിന് ശേഷം ഞങ്ങളൊരു നിലപാടെടുക്കുന്നതല്ലേ ശരി. അതിന് ശേഷം അഭിപ്രായം പറഞ്ഞതാണ് ശരി. ഞാൻ പറഞ്ഞത് മുൻകൂട്ടി ഞാൻ ഇന്നതാണ് തീരുമാനിക്കാൻ പോകുന്നത് മുൻകൂട്ടി പിന്നെ യോഗം വിളിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാകും. പൂരം നടത്തിപ്പിൽ ആരുടെയും സ്വാർത്ഥ താല്പര്യത്തിന് അനുസരിച്ച് നിൽക്കില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. അതൊന്നും ഈ ചർച്ചയുടെ ടേബിളിൽ വന്നില്ലല്ലോ. ചർച്ചയുടെ ടേബിളിൽ വരട്ടെ, കേരള സർക്കാർ എന്താണ് തീരുമാനിക്കുന്നതെന്ന് കേൾക്കട്ടെ. സെൻസിബിൾ ആയിട്ടുള്ള ഡിസിഷന് കൂടെ നിൽക്കും. ആരുടെയെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിൽക്കാനൊക്കത്തില്ല. അതാരായാലും ചർച്ചയിൽ എല്ലാ അഭിപ്രായങ്ങളും കേൾക്കും, തന്റെ അഭിപ്രായം പറയും. പൂരം വെടിക്കെട്ട് നടത്തണമെന്നാണ് പാറമേക്കാവ് ദേവസ്വത്തിന്റെ നിലപാട്. ദേവസ്വം സെക്രട്ടറി G രാജേഷിന്റെ പ്രതികരണത്തിലേക്ക്. ഇന്നലെ വന്ന ഒരു വികാരം എന്ന് പറഞ്ഞാൽ സാമ്പിൾ ഒഴിവാക്കുക, മറ്റേ വെടിക്കെട്ടുകൾ നടത്തുക. ആ മെയിൻ വെടിക്കെട്ടും പകൽപ്പൂരം കഴിഞ്ഞിട്ടുള്ള വെടിക്കെട്ടും നടത്തുക എന്നുള്ളൊരു വികാരമാണ് ഇന്നലെ വന്നത്. ഞങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ളത് പൂരം നടത്താനാണ്. ഞങ്ങളൊരു നോമിനേറ്റഡ് ബോഡിയല്ല, ഇലക്റ്റഡ് ബോഡിയാണ്. ഇവിടെ ഇലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെ ഞങ്ങളോട് പറയുന്നതല്ലേ ഞങ്ങൾ ചെയ്യാം. അല്ലാണ്ട് ആ ഒരു വികാരം എന്താ വെച്ചാൽ ഇത് ദേവനുള്ളത് ദേവിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പൊതുവികാരം വന്നിട്ടുള്ളത്. അതനുസരിച്ച് ഞങ്ങൾ അവതരിപ്പിക്കും. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്ത്, ഇന്നലെ തന്നെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഈ വെടിക്കെട്ട് സംബന്ധിച്ച് ചില ധാരണയിലെത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വം പറയുന്നത് വെടിക്കെട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പൂരം ചടങ്ങുകൾ അത് നടക്കണം എന്ന നിലയിലേക്കാണ്. അല്പസമയം മുമ്പ് ദേവസ്വം സെക്രട്ടറി G രാജേഷ് ആ നിലയിലുള്ള പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. എങ്ങനെയാകും? പൂരം ആഘോഷമായി തന്നെ ആയിരിക്കുമോ, അതോ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആചാരപരമായി പൂരം നടത്തുന്നതിനുള്ള സാധ്യതയാണോ ഇപ്പോഴുള്ളത്? നിലവിൽ പാറമേക്കാവ് ദേവസ്വമാണ് ഇന്നലത്തെ പറഞ്ഞ നിലപാടിന് ഒരു പടി കൂടി കടന്ന് ഇത്തരത്തിൽ പൂരം വെടിക്കെട്ടടക്കം വേണം എന്നൊരാവശ്യം, അതായത് സാമ്പിൾ വെടിക്കെട്ട് ഒഴിവാക്കാം, അതിന് കുഴപ്പമില്ല, പക്ഷേ പൂരം വെടിക്കെട്ടടക്കം വേണം എന്നൊരു നിലപാടിലേക്ക് പാറമേക്കാവ് ദേവസ്വമാണ് പോയത്. അദ്ദേഹം ശ്രീ രാജേഷ് അദ്ദേഹം ആ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. ഇത് കൂടാതെ അവരുടെ എക്സ്പ്ലോസീവ് ലൈസൻസിനെതിരെ കേസെടുത്ത നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. അതായത് വേണമെങ്കിൽ തിരുവമ്പാടിക്ക് പൊട്ടിക്കാനുള്ള പടക്കം അല്ലെങ്കിൽ ഇവിടുത്തെ വെടിക്കെട്ടിന് വേണ്ട സാമഗ്രികൾ തങ്ങൾ നൽകാമെന്ന് വരെ കടന്നു പറയുന്ന ഒരു സാഹചര്യം പാറമേക്കാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോഴാണ് സംസ്ഥാന സർക്കാർ മന്ത്രിതലത്തിൽ ഒരു കൂടിയാലോചന അല്പസമയം മുൻപ് സ്വകാര്യ ഹോട്ടലിൽ വെച്ച് നടത്തിയത്. അതിൽ മന്ത്രി R ബിന്ദു, K രാജൻ, VN വാസവൻ അടക്കമുള്ള ആളുകളാണ് പങ്കെടുത്തത്. എന്തായാലും ഈ യോഗത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഈ ദേവസ്വങ്ങളോടും അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളോടും പറയുക, ഇത്തരം ഒരു വലിയ ദുരന്തം നടന്നിട്ടുണ്ട്. സ്വാഭാവികമായി ആ ദുരന്തം നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പരമാവധി ആർഭാടങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പൂരം നടത്തുക എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കും. പക്ഷേ ദേവസ്വങ്ങൾ ഈ നിലപാടിൽ ഉറച്ചു നിന്നാൽ ഒരു കടുംപിടുത്തത്തിലേക്ക് പോകേണ്ടതില്ല എന്നും സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ആ ഒരു നിലപാട് സ്വീകരിക്കുമെന്നാണ്. മന്ത്രിമാർക്ക് അത്തരത്തിലൊരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അടക്കം ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അതുപോലെ തന്നെ ഇവിടുത്തെ നിലവിലെ MLA ശ്രീ ബാലേന്ദ്രൻ അടക്കമുള്ള ആളുകളാണ്, P ബാലേന്ദ്രൻ അടക്കമുള്ള ആളുകളാണ് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. സുരേഷ് ഗോപി നേരത്തെ തന്നെ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആരുടെയെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിനാണെങ്കിൽ താൻ കൂടെ നിൽക്കില്ല, അല്ലാത്ത പക്ഷം കൃത്യമായ രീതിയിൽ കൂടെ നിൽക്കും. എന്തെങ്കിലും സ്ഥാപിത താല്പര്യങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ പോലും കൂടെ നിൽക്കാൻ കഴിയില്ല എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പസമയം മുൻപ് വ്യക്തമാക്കിയത്. എന്തായാലും മന്ത്രി VN വാസവൻ, അതുകൂടാതെ R ബിന്ദു, K രാജൻ, ഇനി ഇത്ര മന്ത്രിമാരാണ് ഇനി വരാനുള്ളത്. ഇവർ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ യോഗം ആരംഭിക്കും. എന്തായാലും തിരുവമ്പാടി അതുപോലെ തന്നെ പാറമേക്കാവ് ദേവസ്വമാണ് കുറച്ചുകൂടി കൂടുതൽ കടുപ്പിച്ച നിലപാട് പറയുന്നത്. അവർക്ക് പൂരം നടത്തിപ്പിൽ ആ ദിവസത്തെ വെടിക്കെട്ട് കൂടി വേണം എന്നൊരാവശ്യമാണ്
ആവശ്യമാണ് ഉയർത്തുന്നത്. സർക്കാരാണെങ്കിൽ പരമാവധി കുറച്ച് ആർഭാടം കുറച്ച് ഈ ഒരു ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പരമാവധി ആർഭാടം കുറച്ച് പൂരം നടത്തുക എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കും. പക്ഷേ ഒരു കടുംപിടുത്തത്തിന് അവർ പോകില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പൂരത്തിൻ്റെ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷൻ അടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ മുഴുവൻ ഉദ്യോഗസ്ഥരെയും നമുക്ക് കാണാം. ഒരു വലിയൊരു ഉദ്യോഗസ്ഥരുടെ പട തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കും. സംസ്ഥാന സർക്കാർ നിലപാട് ഇതായിരിക്കും, പരമാവധി ആർഭാടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു പൂരം. പക്ഷേ അതിനെത്രത്തോളം ദേവസ്വങ്ങൾ വഴങ്ങുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ദിലീപ് കുമാർ. തൃശൂർ പൂരം നടത്തിപ്പ് സംബന്ധിച്ച നിർണായക തീരുമാനം അല്പസമയത്തിനകം ഉണ്ടാകും. യോഗം ഉടൻ ആരംഭിക്കും. യോഗത്തിൽ പങ്കെടുക്കുന്നതിന് കേന്ദ്രമന്ത്രി തൃശൂർ MP കൂടിയായ സുരേഷ് ഗോപി അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. ഇനി സംസ്ഥാന മന്ത്രിമാർ VN വാസവൻ, K രാജൻ, R ബിന്ദു എന്നിവർ കൂടി എത്തിയാൽ യോഗം ആരംഭിക്കും. നിലവിലെ തൃശൂർ MLA P ബാലേന്ദ്രൻ, തൃശൂർ കോർപ്പറേഷൻ മേയർ നിജി ജസ്റ്റിൻ തുടങ്ങിയവരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നിലപാടാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇതിൽ പാറമേക്കാവ് ദേവസ്വം സാമ്പിൾ വെടിക്കെട്ട് വേണമെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ വെടിക്കെട്ട് ഉൾപ്പെടെ നടത്തി പൂരം നേരത്തെയുള്ളതുപോലെ തന്നെ മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ നടത്തണം എന്ന നിലപാട് പാറമേക്കാവ് ദേവസ്വം സ്വീകരിക്കുന്നു. ഈ ദേവസ്വങ്ങളെ എങ്ങനെ അനുനയിപ്പിക്കാൻ കഴിയുമെന്നതായിരിക്കും മന്ത്രിമാർക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അതേസമയം വലിയ കടുംപിടുത്തത്തിന് പോകേണ്ടതില്ല എന്ന നിലപാട്, എന്ന നിർദ്ദേശം മന്ത്രിമാർക്ക് ഇതിനകം തന്നെ നൽകിയിട്ടുമുണ്ട്. വിവരങ്ങൾ നൽകിയത് ശ്രീജിത്ത് ശ്രീകുമാരൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.